എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് ട്രാവൽ എക്സ്പീരിയൻസ് ആണ്. കല്യാണം കഴിഞ്ഞ് ഇന്ത്യയിൽ നിന്ന് ഖത്തറിലോട്ട് വന്നെങ്കിലും ഒരു വെക്കേഷനായിട്ട് വേറൊരു രാജ്യത്തേക്ക് പോകുന്നത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ വ്ളോഗിൽ പറയാൻ പോകുന്നത് ജോർജിയയെ പറ്റിയാണ് കേട്ടോ. നമ്മൾ മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും പോകുന്ന ഒരു രാജ്യമാണ് കേട്ടോ ജോർജിയ. ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും പോകുന്നത് വിൻ്റർ ടൈമിലാണ്. സ്നോയും ആ ഒരു തണുത്ത ക്ലൈമറ്റും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ടൈം ചൂസ് ചെയ്യുന്നത്. പക്ഷേ വിൻ്റർ ടൈമിൽ സൈറ്റ് സീയിങ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എസ്പെഷ്യലി കുട്ടികളൊക്കെയുള്ള ഫാമിലീസ് ആണെങ്കിൽ. ഞാൻ ട്രാവൽ ചെയ്തത് സമ്മർ ടൈമിലാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വ്ളോഗിൽ പങ്കുവെക്കുന്നത്. ഞാൻ ഈ വ്ളോഗ് ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോ അല്ല കേട്ടോ ഇത്. റീൽസൊക്കെ ഇടണമെന്ന് വിചാരിച്ച് പോർട്രേറ്റ് മോഡിൽ, അതായത് 9:16 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. എന്തായാലും പോട്ടെ, നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ ലൈഫിലെ ദ ബെസ്റ്റ് 3 ഡേയ്സിലേക്ക് ഞാൻ നിങ്ങളെയും കൂട്ടുന്നു. നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പം സച്ചിമോനൊക്കെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ചെക്കിങ് പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. അതാ ഈ കാണുന്നൊരു ഫ്ലൈറ്റിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഫ്ലൈറ്റിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ എയർ ഹോസ്റ്റസ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കിറ്റുകളൊക്കെ കൊടുക്കുമല്ലോ. അങ്ങനെ സച്ചുവിനൊരു കുഞ്ഞു ബാഗും കുറേ ആക്ടിവിറ്റി ബുക്കുകളും ഒക്കെ ആയിട്ട് ഒരു ചെറിയ കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എപ്പോൾ ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്താലും കിട്ടുന്നതാണ്. ഓരോ തവണയും ഓരോ ടൈപ്പ് കിറ്റുകളാണ് കിട്ടാറ്. അപ്പം സച്ചുവിന് നമ്മൾ വിൻഡോ സീറ്റ് കൊടുത്തത്. അപ്പം അതുകൊണ്ട് തന്നെ സച്ചു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെളിയിലോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ തന്നെ പാരലലി വേറൊരു ഫ്ലൈറ്റും ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ ആകാശ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ജോർജിയ എത്തിയപ്പോഴത്തേക്ക് നിറയെ പച്ചപ്പാണ് മേളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ജോർജിയയിൽ ലാൻഡ് ചെയ്തു. ജോർജിയ എയർപോർട്ട് ദോഹ എയർപോർട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്ര വലിയ എയർപോർട്ടൊന്നുമല്ല. കുഞ്ഞൊരു എയർപോർട്ട്, വളരെ മിനിമൽ ഫെസിലിറ്റീസ് ഉള്ള ഒരു എയർപോർട്ടായിരുന്നു. അപ്പം ലാൻഡ് ചെയ്ത് നമുക്ക് ഒരു ടൂർ ഗൈഡ് ഉണ്ടായിരുന്നു. ആൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എയർപോർട്ടിൽ. ആൾ നമ്മളെ പിക്ക് ചെയ്ത് നമ്മുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ടിബിലിസി എയർപോർട്ടിലാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അവിടുന്ന് ടിബിലിസി തന്നെ ടിബിലിസി അടുപ്പിച്ച് ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പം ഞാൻ ആദ്യം വന്നിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ എന്താ കാണാനുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, കമ്പയർഡ് ടു ദോഹ ഇവിടെ നിറയെ മരങ്ങളും ചെടികളും പച്ചപ്പുമാണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത് ഫസ്റ്റ് കാണുന്നതാണ് ഈ ഫ്രീഡം സ്ക്വയർ. കാരണം എവിടെ പോകണമെങ്കിൽ നമ്മൾ ഈ ഫ്രീഡം സ്ക്വയർ ചുറ്റിയിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടൂർ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു ഇതാണ് ഫ്രീഡം സ്ക്വയർ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ. അപ്പം ഫ്രീഡം സ്ക്വയർ കണ്ടു. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഫ്രീഡം സ്ക്വയറിലൊക്കെ ചുറ്റി നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തി. അതിന് മുമ്പിട്ട് പോകുന്ന വഴി ടിബിലിസി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഗ്രാഫിറ്റി കൊണ്ട് എഴുതിയിട്ടുള്ള കുറേ ബോൾസ് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് സാനി ഹോട്ടൽ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പഴയ ബിൽഡിംഗ്, അത്ര പോഷൊന്നും അല്ലാത്ത ഒരു ചെറിയ സെറ്റപ്പ്, ഒരു ഹോം സ്റ്റേ ഒക്കെ പോലെ തോന്നും. ബട്ട് ബേസിക് ഫെസിലിറ്റീസ് എല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നിറയെ പ്ലാൻസ് ഒക്കെ വെച്ചിട്ട് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു എൻട്രൻസും ഒരു റിസപ്ഷൻ ഏരിയയും ഒരു ചെറിയ ലോഞ്ചും ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പ് ഡൈനിങ് ഹാളും പിന്നെ ഒരു പൂളും, ഇത്രയാണ് അവിടെ ഉള്ളത്. ഇത് ഒരു 3-4 സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന ഒരു സ്റ്റേ ആണ്. ഇവിടെ റൂം എടുക്കുമ്പോൾ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. ഞാൻ ഈ വീഡിയോ തിരിച്ചു പോകുന്ന സമയത്താണ് കേട്ടോ എടുക്കുന്നത്. കാരണം 3-4 ദിവസത്തെ സ്റ്റേ കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തോടൊരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നി. മുകളിൽ നിന്ന് താഴേക്ക് പടി ഇറങ്ങിയാണ് വരേണ്ടത്. ലഗേജൊക്കെ കൊണ്ടുവരാൻ ഒരല്പം ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഞങ്ങൾ 2 പേരും കൂടി നമ്മുടെ 3 പേരുടെ ലഗേജൊക്കെ താഴോട്ട് എത്തിച്ചു. ഈ ഇറങ്ങി വരുന്ന സ്ഥലത്ത് വഴിയിൽ സൈഡിൽ ഇരിക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ചെറിയൊരു പോണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. കയറി വരുമ്പോൾ തന്നെ ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹോട്ടലിനെ പറ്റി പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പറയാനുണ്ട്. സമ്മർ ടൈമിൽ മാത്രമാണ് ഈ ഒരു സ്റ്റേ തുറന്ന് പ്രവർത്തിക്കുന്നത്. വിൻ്റർ ടൈമിൽ ഈ സ്റ്റേ ഉണ്ടാവില്ല, പ്രവർത്തനം ഇല്ല. ഇനി നമ്മുടെ റൂമിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇതായിരുന്നു നമ്മുടെ റൂം. ഫസ്റ്റ് ഫ്ലോറിൽ 203 എന്ന് പറഞ്ഞ റൂമിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പം ഒരു ബേസിക് സെറ്റപ്പ്, നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ബെഡും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് പുറത്തോട്ട് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ നമുക്ക് കുറച്ച് നേരം ഈവനിങ് ഒക്കെ പോയിരിക്കാനൊക്കെ നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അതിൻ്റെ താഴെ ഒരു പൂളും അതേപോലെ നല്ല ഒരു കാടൊക്കെ പോലെ തോന്നും നമുക്ക്. അങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ശരിക്കും ഈ ഒരു ഹോട്ടലിലെ സ്റ്റേ എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ പോകുന്ന ദിവസം കേട്ടോ ഈ വീഡിയോ എല്ലാം എടുക്കുന്നത്.
ചെയ്യുന്നത്. പക്ഷേ നിങ്ങളെ ആദ്യം തന്നെ സ്റ്റേ ഒക്കെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ പൂളിൽ ഞങ്ങൾ 2 ദിവസം ഇറങ്ങി കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് നമ്മുടെ നാട്ടിൽ പൂൾ എൻജോയ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ സ്റ്റെക്കേഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പോയി എൻജോയ് ചെയ്യാം. പക്ഷേ ഇവിടെ എന്തായാലും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് തസ്മിന്ദ പാർക്കിൽ നിന്നാണ് കേട്ടോ. അപ്പം ഈ കാണുന്ന ഒരു എൻട്രൻസ് ഇല്ലേ, അവിടെ പോയി നമ്മൾ ആ ഫുനിക്കുലർ റെയിൽവേയിൽ കയറാൻ വേണ്ടിയിട്ട് പെർ പേഴ്സൺ 5 ജെല്ലാണ് പേ ചെയ്തത്. ജെല്ലെന്ന് പറയുന്നത് ജോർജിയൻ കറൻസിക്ക് പറയുന്നതാണ് കേട്ടോ. അപ്പം ഒരാൾക്ക് 5 ജെല്ല് വെച്ചിട്ട് എന്തോ ആയിരുന്നു പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ട്രിപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റും ഈ ഒരു ഫുനിക്കുലർ റെയിലിലുള്ള ട്രാവൽ തന്നെയായിരുന്നു കേട്ടോ. 770 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു തസ്മിന്ദ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ഒരു 200 ഏക്കർ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ തസ്മിന്ദ പാർക്ക്. അവസാനം നമ്മൾ തസ്മിന്ദ പാർക്കിൻ്റെ സ്റ്റേഷനിലെത്തി. അവിടെ ഇറങ്ങി അവിടുന്ന് പിന്നെ അങ്ങോട്ട് പടികയറ്റായിരുന്നു മക്കളെ. നല്ലോണം പടി കയറാനുണ്ടായിരുന്നു. പഴനി പോയാൽ പോലും ഇത്രയധികം പടി കയറാനുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. അത്രയും പടികളുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, 200-ലധികം ഏക്കർ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ അത്രയധികം നടക്കാനും ഉണ്ടായിരുന്നു. അന്നത്തെ നമ്മുടെ ഹെൽത്ത് ആപ്പിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ റെക്കോർഡ് സ്റ്റെപ്സ് ആയിരിക്കും അതിൽ കാണിക്കുന്നുണ്ടാവുക. കാരണം അത്രയധികം പടികൾ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 3 പേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് സച്ചു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, രാവിലെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നല്ലോണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴഞ്ഞു പോകും. അങ്ങനെ പടി കയറി നമ്മളൊരു ലാൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ട്രീ ഉണ്ട്, അതിന് ചുറ്റും കുറേ ബെഞ്ചസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ പൈൻ മരങ്ങൾ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ കുറേ ഐസ്ക്രീം ഷോപ്സും. നമ്മൾ 3 പേരും അവിടെ ഒന്ന് ഇരിക്കാൻ തീരുമാനിച്ചു. അവിടുന്ന് ഒരു ഷോപ്പിൽ പോയി 3 പേർക്ക് ഓരോ ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ട് അവിടെ ഒരു ബെഞ്ചിലിരുന്ന് കുറച്ച് നേരം അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ബാക്കി പരിപാടിയിലേക്ക് പോയത്. ആ ഒരു ലാൻഡിങ്ങിൻ്റെ അറ്റത്ത് പോയി നോക്കുമ്പോൾ നമുക്ക് എൻ്റെ ടിബിലിസി കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു. ഈ ഒരു ഫോണിലെടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ലായിരുന്നു. പൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഗൈസ്. താഴേന്ന് പടികൾ കയറി വരുമ്പോൾ തന്നെ 2 സൈഡിലും കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. സച്ച് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാത്തതുകൊണ്ട് നമ്മളും അതിൽ പോയി കയറാനും ഒന്നും പോയില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൈഡ്സുകളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ കാര്യം ഈ ഒരു മരങ്ങളാണ് കേട്ടോ. 2 സൈഡിലും ഈ പൈൻ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങ് അറ്റം വരെ കയറി ചെന്ന് കേട്ടോ. അവിടെയൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പടിയൊക്കെ കയറി അവസാനം ഞങ്ങൾ മണ്ണിട്ടൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിനാണ് അവിടെ വരെ കയറിയെന്ന് നമുക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. നമ്മൾ വന്നിട്ട് പിന്നെ തിരിച്ച് നടക്കാൻ തുടങ്ങി. നടന്ന് നമ്മൾ പിന്നെയും ആ സ്റ്റേഷനിലെത്തി. വീണ്ടും ഫുനിക്കുലർ റെയിലിൽ കയറി. അവിടുന്ന് പിന്നെ താഴോട്ടൊരു പോക്കാണ്. ഈ ഒരു സംഭവം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ കുഴിയിലോട്ട് പോകുന്ന പോലെ തോന്നും അവിടെ ഇരിക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ ദ എൻറ്റയർ ടിബിലിസി നമുക്ക് മേളിൽ നിന്ന് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. കാരണം അത്ര ഉയരത്തിലാണല്ലോ ഈ സ്ഥലം ഉള്ളത്. ഇതൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു എന്താ പറയുക, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം കൂടെ ആയിരുന്നെന്ന് തോന്നിപ്പോയി. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ പോയി നമ്മുടെ ഫുനിക്കുലർ റെയിൽ താഴെ സ്റ്റേഷനിലെത്തി. അവിടുന്ന് നമ്മൾ ജോർജിയയിലെ തന്നെ ഏറ്റവും വലിയ കത്തീഡ്രലായ സമേബ കത്തീഡ്രൽ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അടുത്തത് ട്രിപ്പിൻ്റെ ഡേ 1-ലെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സമേബ ചർച്ച്. ഇത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ടോളസ്റ്റ് ചർച്ചാണ്. എൻ്റെ അമ്മേ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ആരും മിസ് ചെയ്യരുത് ജോർജിയ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസ്. നമ്മളിതാ ഇങ്ങനെ ഒരു ചെറിയ ചാപ്പലാണ് ആദ്യം കാണുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ അകത്തോട്ട് കയറി ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ ചേർച്ച് കാണാൻ പറ്റുന്നത്. നല്ലൊരു സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ നോക്കി നിന്നും എന്ത് രസമല്ലേ കാണാമെന്ന് പറഞ്ഞിട്ട്. ഒരു തസ്മിന്ദ പാർക്ക് പോലെ തന്നെ വൈഡ് ഏരിയ, ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയയിലാണ് ഈ ചേർച്ചും സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഗാർഡൻ ആയിരുന്നു കേട്ടോ.
അത്രയും ചെടികളും മരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് തണുപ്പുമില്ല ചൂടുമില്ല, നല്ല രസമുള്ളൊരു ക്ലൈമറ്റും. അതേപോലെ തണുപ്പ് കാലത്താണ് അവിടെ കൂടുതലും ടൂറിസം എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ചെന്നപ്പം അത്യാവശ്യം ആളുകളെല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു സ്ഥലം അല്ലേ. അപ്പം ഇതും നമുക്ക് ഇത്തിരി ഉയരത്തിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നാലും ദ എൻറ്റയർ ടിബിലിസി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. എനിക്ക് അവിടെ മെയിനായിട്ട് എന്നെ അട്രാക്റ്റ് ചെയ്തത് ആ പൈൻ മരങ്ങളാണ് കേട്ടോ. ഈ സീനറിയിലൊക്കെ വരില്ലേ, അതേ കണക്കായിരുന്നു. ഞാൻ പണ്ടൊക്കെ ഈ ഏതെങ്കിലും വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ സീനറി വെച്ചേക്കുന്നത് കാണാം പൈൻ മരങ്ങളുടെ. അത് നേരിട്ട് കാണുമ്പോഴുള്ള നമ്മുടെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതായിരുന്നു എനിക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടിയത്. അത്രയും രസമായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, സമീപ ചേർച്ചിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴും നമുക്ക് എൻ്റെ ടിബിലിസി കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുൾ ആ ചേർച്ചിൻ്റെ 4 വാർഡും ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. കൂടാണ്ട് ചേർച്ചിൻ്റെ ഉള്ളിൽ കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉള്ളിൽ നിന്ന് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ പുറത്തൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു വാട്ടർഫോൾ കാണാനാണ് കേട്ടോ. വായിക്കൊള്ളാത്ത ഒരു പേരായതുകൊണ്ട് ഞാനത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. കുഞ്ഞൊരു വാട്ടർഫോൾ ആണെങ്കിലും ആ പോകുന്ന വഴി ഭയങ്കര കൗതുകമുള്ളൊരു വഴിയായിരുന്നു കേട്ടോ. ഇതേപോലെ കുഞ്ഞു ബ്രിഡ്ജുകളുണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം. അപ്പം 1-2 ബ്രിഡ്ജുകളിൽ ഇതേപോലെ ലോക്ക് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം കാണാനൊക്കെ ഉണ്ട്. ഞങ്ങൾ ലോക്കൊന്നും ചെയ്യാൻ നിന്നില്ല, ബിക്കോസ് വി ഓൾറെഡി ഫൗണ്ട് ദ ലവ് ഫോർ ലൈഫ്. പിന്നെ കല്യാണം കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരിക്കും, എന്താ പറയുക, ആ ഒരു ലോക്കിൽ കിടക്കാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷേ നമ്മൾ നിന്നില്ല അതിനൊന്നും. ഈ ഒരു സ്ട്രീറ്റിലൊക്കെ കൂടെ ഉള്ള ഒരു വോക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ എന്താ പറയുക, ഇങ്ങനെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു സൈഡിലൊക്കെ ആയിട്ട്. അതേപോലെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള പെയിൻറ്റിങ്സ് ഒക്കെ വച്ചിട്ടുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. മുന്നേ ഒരു ബ്രിഡ്ജ് കണ്ടില്ലേ, അതേപോലെ തന്നെ വേറൊരു ബ്രിഡ്ജ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മുന്നേ കണ്ട ബ്രിഡ്ജിൽ ഹാർട്ട് ഷേപ്പിൽ റെഡ് കളർ ലോക്സ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഇവിടെ ഗോൾഡൻ കളർ ലോക്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം ഈ ബ്രിഡ്ജിലാണ് ലോക്ക് ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ അങ്ങോട്ട് മാറ്റിയതായിരിക്കും. അപ്പം എന്തായാലും നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് 1 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് നടപ്പൊന്നും അത്ര വലിയ ക്ഷീണമായിട്ടൊന്നും തോന്നിയില്ല, കാരണം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വാട്ടർഫോൾ എത്തി ഗൈസ്. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി. വാട്ടർഫോൾ കഴിഞ്ഞ് നെക്സ്റ്റ് പോയത് ബ്രിഡ്ജ് ഓഫ് പീസ് കാണാനാണ് കേട്ടോ. ഇതൊരു ബോ ഷേപ്പ്ഡ് സ്ട്രക്ചറിലുള്ള ഒരു ബ്രിഡ്ജാണ്. ഇത് കടന്ന് നമ്മൾ ചെല്ലുന്നത് നരിക്കാല ഫോർട്രസിലോട്ടാണ്. അപ്പം ഇതിൽ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറേ കാഴ്ചകൾ കാണാം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ മയിലിനെയൊക്കെ പിടിച്ചിട്ട് ആളുകളുണ്ടാവും. നമുക്ക് ഇതിൻ്റെ ഒപ്പം നിർത്തി ഫോട്ടോ എടുക്കണമെന്നാണ് അവർ ചോദിക്കുന്നത്. അതേപോലെ ബോട്ട് റൈഡ് വേണമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മളെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി റൈഡ് എടുത്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും ശല്യം ചെയ്യൂല. അപ്പം ഇവിടുത്തെയൊക്കെ ഉള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണെന്ന് തോന്നുന്നു ഈ ബോട്ട് റൈഡ്. ബോട്ടുണ്ട്, താഴെ ഒരു റിവറാണുള്ളത്, അതിലൂടെ ഒരു റൈഡാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് കടന്ന് നമ്മൾ നേരെ എത്തുന്നത് നരിക്കാല ഫോർട്രസ് എന്ന് പറഞ്ഞ ഒരു ഗാർഡനിലേക്കാണ്. നമ്മുടെ ബാംഗ്ലൂരുള്ള വൃന്ദാവൻ ഗാർഡൻ ഇല്ലേ, അതേപോലെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഇത്. ഇവിടെ എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും അടിപൊളിയാണ് കേട്ടോ. നിറയെ മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു സ്ഥലം. അതേപോലെ ഇരിക്കാനൊക്കെയുള്ള ബെഞ്ചസും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വലിയൊരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഇടയിലെല്ലാം കുറേ ഐസ്ക്രീം ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അന്ന് മഴ പെയ്തത് കാരണം ഒരു ഐസ്ക്രീം ഷോപ്പിൻ്റെ അവിടെ പോയാൽ നിന്നത് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് വൈൻ ഐസ്ക്രീം ഞങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് വൈൻ ഐസ്ക്രീം. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ജോർജിയ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൈൻ ഐസ്ക്രീം ട്രൈ ചെയ്യണം.
ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ കേബിൾ കാറിൽ കയറാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുള്ളതേ ഉള്ളായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് മഴ ആയതുകൊണ്ട് കേബിൾ കാറിൻ്റെ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ലായിരുന്നു, കാരണം ഓൾറെഡി സന്ധ്യ ആവാറായായിരുന്നു. അപ്പോൾ ടൈമും കഴിയാറായി. അതുകൊണ്ട് നമുക്ക് ഇനി വേറൊരു ദിവസം വന്ന് കയറാം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ തിരിച്ച് നമ്മുടെ സ്റ്റേയിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ജോർജിയ ട്രിപ്പ് ഡേ 1. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡേ 2ഉം ഡേ 3യും ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ ഫോർ മോർ സച്ച് വീഡിയോസ്.